ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന നമ്മുടെ ക്രെഡിറ്റ് കാർഡ്സുകളാണ്. അതായത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് കളക്ഷൻസ് ആണ് നമ്മളൊന്ന് കാണാൻ പോകുന്നത്. ഞാൻ കുറേ കാർഡുകൾ ഉപയോഗിക്കാറുണ്ട്. 10, 70, 75 കാർഡുകളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മിക്ക കാർഡുകളും നമ്മൾ ഇതുപോലെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ എടുക്കുന്നതാണ്. അപ്പോൾ എല്ലാ കാർഡും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലോ. അതിലിപ്പോൾ കുറേ കാർഡുകൾ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ അങ്ങനെ റെഗുലറായിട്ട് അപ്ഡേറ്റ് ഒന്നും ചെയ്യാറില്ല. എന്ന് വെച്ചാൽ നമ്മൾ ടെക്കും ഫിനാൻസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇത് ഈ ഒരു സാധനത്തിൽ ഫുള്ള് നമ്മുടെ കാർഡും ഇതിൽ പിന്നെ എൻ്റെ പാസ്പോർട്ടും ഉണ്ട്. അപ്പോൾ കാർഡുകൾ സംഭവങ്ങളൊക്കെയാണ് ഇതിൽ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ എല്ലാ കാർഡുകളും ആക്റ്റീവ് ഒന്നല്ല, വേറെ ഇനിയും ഉണ്ട്. അതെല്ലാം ഡീആക്ടിവേറ്റ് ചെയ്ത കാർഡുകളാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെ കാർഡ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, ടോട്ടൽ എത്ര ലിമിറ്റിംഗ് ആളൊക്കെ ഉണ്ട്, നമ്മൾ ഇപ്പോൾ വഴിയേ പറയാം. എന്തായാലും നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിൽ ഫിനാൻസ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്, നിങ്ങൾക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ ലിങ്കുകളെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് തന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം കൗണ്ടർ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ക്രെഡിറ്റ് കാർഡ്സുകളൊക്കെ ഒന്നും പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ഇതിൽ കൊറോണത്തിൻ്റെ ഫ്രണ്ടിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ ഫുള്ള് കാണിക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമ്മളിപ്പോൾ ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ എൻ്റെ ലൈസൻസും കാർഡൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത് താഴെ വെച്ചിട്ടെ. അപ്പോൾ ബാക്കി ഇതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഓരോ കാർഡായിട്ട് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതിൽ വെച്ചിരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും, ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ലെജൻഡ് ക്രെഡിറ്റ് കാർഡാണ്. എനിക്ക് ടോട്ടൽ ലിമിറ്റ് ഓൾമോസ്റ്റ് ഒരു 30 ലാഖിൻ്റെ ഒക്കെ അബവ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ലെജൻഡ് ക്രെഡിറ്റ് കാർഡാണ് എൻ്റെ ലേറ്റസ്റ്റ് ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ലേറ്റസ്റ്റ് അല്ലേ? ലേറ്റസ്റ്റ് ഇതാണെന്ന് തോന്നുന്നു. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ കാർഡാണ് ഏറ്റവും ലേറ്റസ്റ്റ്. അപ്പോൾ ഇതാണ് ഇത് ഒന്നാമത്തെ. പിന്നെ ആക്സിസ് ബാങ്കിൻ്റെ സാംസങ് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അപ്പോൾ ഞാൻ സാംസങ്ങിൻ്റെ പ്രൊഡക്ട്സൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഈ കാർഡ് കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ പിന്നെ കോറൽ ക്രെഡിറ്റ് കാർഡാണ് ICICI ബാങ്കിൻ്റെ. എന്ന് വെച്ചാൽ ഏത് കാർഡിന്മേ ഫ്രണ്ടിൽ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കണം കേട്ടോ. ഞാനിതൊന്ന് സൂം ചെയ്താലോ? അല്ല, സൂം ചെയ്യണ്ട, ചെറുതായിട്ട് നോക്കിയാൽ. അപ്പോൾ അടുത്തത് നമ്മുടെ അടുത്ത കാർഡിലെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ICICI ബാങ്കിൻ്റെ കോറൽ ക്രെഡിറ്റ് കാർഡാണ്. അടുത്ത കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ അമെക്സ് കാർഡാണ്. അമെക്സിൻ്റെ സ്മാർട്ട് ഏൺ കാർഡാണ്. അമെക്സിൻ്റെ എൻ്റെ ആദ്യത്തെ പ്രൈമറി കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. 2 കാർഡ് ഉണ്ട് എൻ്റെ അമെക്സ്. ഒരു കാർഡ് കൂടി ഉണ്ടായിരുന്നു, അത് ഞാൻ ഗോൾഡ് കാർഡ് ഉണ്ടായിരുന്നു, ക്ലോസ് ചെയ്തു കിട്ടാം. അപ്പോൾ ഇത് മൂന്നാമത്തെ കാർഡാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫ്രണ്ടിൽ വരും. അപ്പോൾ നമുക്ക് മറച്ചു വയ്ക്കാം. അപ്പോൾ 4 കാർഡായി. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ICICI ബാങ്കിൻ്റെ മേക്ക് മൈ ട്രിപ്പ് കാർഡാണ്. ഇത് റൂപേ വേരിയൻറ്റും ഉണ്ട്, ഇനിയും അതിൻ്റെ എന്താ പറയുക മാസ്റ്റർ കാർഡ് വേരിയൻറ്റും ഉണ്ട്. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഈ സാധനം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രയോറിറ്റി പാസ് മെമ്പർഷിപ്പ് കാർഡാണ്. ഇത് നമുക്ക് എയർപോർട്ട് ലോഞ്ചസും ഇൻ്റർനാഷണൽ ലോഞ്ചസിലൊക്കെ എടുക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രയോറിറ്റി പാസ്സാണ് കേട്ടോ. അപ്പോൾ ഇതും കാർഡ് തന്നെയാണ്. അപ്പോൾ ഇതും വെച്ചു. അടുത്തത് ഇതിൻ്റെ നേരത്തെ പറഞ്ഞ മാസ്റ്റർ കാർഡ് വേരിയൻറ്റ്. ഇതെന്ന് പറയുന്നത് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഡിലൈറ്റ്, അത് ഡെബിറ്റ് കാർഡാണ്. ഇത് മാറിപ്പോയി, അവിടെ ഇരിക്കട്ടെ. പിന്നെ അടുത്തത് നമ്മുടെ SBIയുടെ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ വിസ വേരിയൻറ്റിൽ വരുന്ന ക്യാഷ് ബാക്ക് കാർഡാണ്. പിന്നെ നമ്മുടെ ICICI ബാങ്കിൻ്റെ HPCL കാർഡാണിത്. ഇത് നമുക്ക് സെപ്പറേറ്റ് ലിമിറ്റാണ് കേട്ടോ, വേറെ അക്കൗണ്ട് ത്രൂ കിട്ടിക്കുന്നത്. അടുത്തത് നമ്മുടെ യെസ് ബാങ്കിൻ്റെ BYOC കാർഡാണിത്. കണ്ടോ, നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. പിന്നെ അടുത്തത് നമ്മുടെ സ്നാപ്ഡീൽ BOB കാർഡ്. പിന്നെ അടുത്തത് നമ്മുടെ കാർഡും മാറിപ്പോയി. അടുത്തത് HDFCയുടെ മണി ബാക്കാണ്. ഇതിൻ്റെ ഫ്രണ്ടിലാണ് ബിസിനസ് മണി ബാക്ക് കാർഡാണത്. ഇത് നമ്മുടെ എൻ്റർപ്രണർഷിപ്പിൻ്റെ, അതായത് സാലറി ബേസ്ഡ് അല്ല, ബിസിനസ് ഇൻകം വെച്ചിട്ട് കിട്ടിയ കാർഡാണ്. ബിസിനസ് അക്കൗണ്ട് നമ്മൾ കിട്ടിയതാണ് കേട്ടോ, ബിസിനസ് മണി ബാക്ക് കാർഡ്. ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഡീറ്റെയിൽസ്. അപ്പോൾ ഞാൻ ഇത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ വരുന്നത് നമ്മുടെ കോട്ടക്കിൻ്റെ ഇന്ത്യൻ ഓയിലിൻ്റെ കാർഡാണ്. അടുത്ത് നമ്മുടെ HDFCയുടെ ടാറ്റന്യൂ കാർഡ്. പിന്നെ അടുത്ത് നമ്മുടെ SBIയുടെ സിംപിളി ക്ലിക്കാണ്. ഇതൊക്കെ സെപ്പറേറ്റ്. എനിക്ക് SBIയുടെ എല്ലാം സിംപിളി ക്ലിക്ക് എല്ലാം സെപ്പറേറ്റ് ലിമിറ്റ് ഉണ്ട്. എൻ്റെ റൂപേ കാർഡ് ഇല്ല. SBIയുടെ റൂപേ കാർഡ് എടുക്കുമ്പോൾ നോർമലി സെപ്പറേറ്റ് ലിമിറ്റ് കിട്ടില്ല. ഇത് സിംപിളി ക്ലിക്കാണ്, പഴയ കാർഡാണ്. ഇപ്പോൾ അവർ ഇതിൻ്റെ സ്റ്റൈലൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ വയ്ക്കുകയാണ്. അതിൻ്റെ ഫ്രണ്ടിലാണ് ലിമിറ്റ്, ഫ്രണ്ടിലാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വരിക. പിന്നെ SBIയുടെ തന്നെ നമ്മുടെ BPCL കാർഡ്, ഇതും സെപ്പറേറ്റ് ലിമിറ്റ് തന്നെയാണ്. അത് ഞാൻ ഇവിടെ വയ്ക്കുന്നില്ല, ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഡീറ്റെയിൽസ്. അടുത്ത് നമ്മുടെ എന്താ പറയുക വൺ കാർഡ്, സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ വൺ കാർഡാണ്. പിന്നെ നമ്മുടെ HDFC ബാങ്കിൻ്റെ നമ്മുടെ PTM ക്രെഡിറ്റ് കാർഡ്. ഇത് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല, ക്ലോസ് ചെയ്യും മിക്കവാറും. പിന്നെ വരുന്നത് ICICI ബാങ്കിൻ്റെ എക്സ്പ്രഷൻ ക്രെഡിറ്റ് കാർഡ്. ഇത് ആക്ച്വലി ഫ്രണ്ടിൽ തന്നെയാണ് ഡീറ്റെയിൽസും കാർഡിലൊക്കെ. അപ്പോൾ ഞാനിവിടെ വയ്ക്കുകയാണ്. പിന്നെ നമ്മുടെ കോട്ടക്കിൻ്റെ മോജോ കാർഡ്, റോർ ബാങ്കിൻ്റെ കാർഡ്. പിന്നെ നമ്മുടെ HDFCയുടെ സ്വിഗ്ഗി കാർഡ്. പിന്നെ നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ റൂപേ പ്ലാറ്റിനം കാർഡാണത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫ്രണ്ടിലാണ്. ഞാൻ അങ്ങനെ മാറ്റി വയ്ക്കുകയാണ്.
പിന്നെ കോട്ടക്കിൻ്റെ PVR ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ. പിന്നെ RBL ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഫ്രണ്ടിലാണ്. RBL ആദ്യം ഇനിയിപ്പം എന്താ പറയുക ബ്ലർ ചെയ്യേണ്ടി വരും. RBL ബാങ്കിൻ്റെ ബജാജ് ഫിൻസർവ് കാർഡ്. പിന്നെ ICICI ബാങ്കിൻ്റെ ആമസോൺ പേ റൂപേ കാർഡ്, റൂപേ അല്ല വിസ കാർഡ്, ഇതും ഡീറ്റെയിൽസ് ഫ്രണ്ടിലാണ്. പിന്നെ ആക്സിസ് ബാങ്കിൻ്റെ LIC ക്രെഡിറ്റ് കാർഡ്, ഇതും ഡീറ്റെയിൽസ് ഫ്രണ്ടിലുണ്ട്. പിന്നെ ബാങ്ക് ഓഫ് ബറോഡയുടെ HPCL കാർഡ്, ഇതും ഡീറ്റെയിൽസ് ഫ്രണ്ടിലില്ല, കുഴപ്പമില്ല. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഫോറസ്റ്റ് കാർഡാണ്, കോട്ടക് ബാങ്കിൻ്റെ ഒരു ഫോറസ്റ്റ് കാർഡാണ് ഞാൻ ഉപയോഗിക്കുന്നതാണത്. പിന്നെ അമേരിക്കൻ എക്സ്പ്രസിൻ്റെ എന്താ പറയുക മെമ്പർഷിപ്പ് റിവാർഡ് കാർഡ്, ഇതിൻ്റെയും ഡീറ്റെയിൽസ് ഫ്രണ്ടിലാണ്. ഇതിൻ്റെ കാർഡ് ഭയങ്കര സട്ടിലാണ് കേട്ടോ. അത് അമേരിക്കൻ എക്സ്പ്രസ് എന്ന് എഴുതിയത് കണ്ടാൽ മനസ്സിലാവില്ല, പെട്ടെന്ന് അങ്ങോട്ട് ക്ലിയർ ആവില്ല. ഒരു ജാതി ഗോൾഡൻ യെല്ലോയിലൊക്കെയാണ് എഴുതിക്കുന്നത്, അപ്പോൾ മനസ്സിലാവാൻ പാടില്ല. ഇതിന് 5000 രൂപ ആനുവൽ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾ യൂസ് ചെയ്തില്ലെങ്കിൽ. ഇവരുടെ ഒരു 80,000 90,000 ഒക്കെ ആനുവലി ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു പകുതിയാവും. 1,50,000 ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലായതുകൊണ്ട് ഞാൻ അവിടെ ഇടുന്നില്ല. പിന്നെ ലാസ്റ്റ് വരുന്നത് നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ സിഗ്നറ്റ് പ്ലാറ്റിനം റൂപേ കാർഡാണ് കേട്ടോ. ഇത്രയും കാർഡുകളാണ് നമ്മളിപ്പോൾ എന്താ പറയുക ആക്റ്റീവായിട്ട് വെച്ചിരിക്കുന്ന കാർഡ്, അല്ലെങ്കിൽ ഇപ്പോഴും ഉപയോഗിക്കുന്ന കാർഡുകൾ കേട്ടോ. ഇതിൽ കുറേ കാർഡ് ഞാൻ ഇനിയും ക്ലോസ് ചെയ്യും. എന്താ വെച്ചാൽ ഇതിൽ കുറേ കാർഡുകൾ ലൈഫ് ടൈം ഫ്രീ കാർഡുകളല്ല. Amex എന്തായാലും ക്ലോസ് ചെയ്യുന്നുണ്ടാവില്ല. Amex എന്തായാലും നിങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷേ Amex ഒരു എന്താ പറയുക നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ Amex നല്ല യൂസാണ്. ഇപ്പോൾ മിക്ക സ്ഥലത്തും Amexൻ്റെ കാർഡ് എടുക്കുന്നുണ്ട് കേട്ടോ. പണ്ട് ഞാൻ എടുത്ത സമയത്ത് ഇപ്പോൾ ഞാൻ Amex എടുത്തോളം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 2 കൊല്ലം ആവാറായിട്ടുണ്ട്. ആ സമയത്തൊന്നും അങ്ങനെ എല്ലാ കാർഡുകളും എല്ലാ സ്ഥലത്തും എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ പക്ഷേ മിക്ക എല്ലാ കാർഡുകളും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടല്ല, മിക്ക സ്ഥലത്തും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഞാൻ എന്തായാലും Amex ക്ലോസ് ചെയ്യുന്നില്ല, പക്ഷേ അത് ചാർജബിൾ ആണ്. പക്ഷേ ബാക്കി എല്ലാ കാർഡുകളും അതായത് ചാർജബിൾ ആയിട്ടുള്ള കാർഡുകളൊക്കെ നമ്മൾ ക്ലോസ് ചെയ്യും കേട്ടോ. ഇത്രയും കാർഡുകളാണ് നമ്മൾ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന കാർഡുകൾ, ആക്റ്റീവായിട്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന കാർഡുകൾ കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് കാണാം. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ്സ് ബാങ്ക് ഇതൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് നോക്കിയാൽ മതി, jmg.banksupport.in ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഓൾറെഡി പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബൈ.